കലാഭവൻ നവാസിന്റെ മരണം കുടുംബത്തിനും സിനിമാ ലോകത്തിനും വലിയ ഞെട്ടലാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസിനെ പിന്നീട് മരിച്ച നിലയിൽ റൂം ബോയിയാണ് കാണുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം. 51 വയസ്സിലാണ് പ്രിയ നടൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ടാണ് നടൻ ചോറ്റാനിക്കരയിൽ എത്തിയത്. ചെക്കൌട്ട് ചെയ്യാനായി ഹോട്ടൽ മുറിയിലേക്ക് പോയ നടൻ തിരികെ വരാൻ വൈകിയതോടെ റൂം ബോയ് അന്വേഷിക്കാനായി റൂമിലെത്തി. അപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ റൂമിൽ കണ്ടെത്തുന്നതെന്നാണ് റിപ്പോർട്ട്. നടി രഹ്നയാണ് നവാസ് പ്രണയിച്ച് വിവാഹം കഴിച്ചത്. 3 മക്കളുമുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിൽ നവാസും ഭാര്യ രഹ്നയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നു. അതേസമയം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. മിമിക്രി താരം, നടൻ എന്നതിലുപരി ഗായകൻ കൂടിയാണ് നവാസ്. കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ ഇദ്ദേഹം 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന CD മാത്രമുള്ള കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ്. നടന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിൽ തന്നെയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഒന്നാകെ. തുടക്കകാലത്ത് നവാസ് ചെയ്തതേറെയും കോമഡി റോളുകളായിരുന്നു. അതിനുശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് കുറെ കാലം ഇടവേളയെടുത്തു. പിന്നീട് വീണ്ടും അഭിനയ ലോകത്തേക്ക് തിരികെ എത്തിയതായിരുന്നു. അടുത്ത കാലത്തായി സഹനടൻ വേഷങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഇദ്ദേഹം കയ്യടി നേടുകയും ചെയ്തു. ഏഴരക്കൂട്ടം, ജൂനിയർ മാൻഡ്രേ, കിടിലോൽ കിടിലം, ഹിറ്റ്ലർ ബ്രദേഴ്സ്, ചന്ദാമാമ, വൺ മാൻ ഷോ, തില്ലാന തില്ലാന, വെട്ടം, കോബ്ര, തത്സമയം ഒരു പെൺകുട്ടി, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, അച്ചായൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു അന്വേഷണത്തിന്റെ തുടക്കം, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നിവയാണ് നവാസ് ചെയ്തതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ചിലത്. സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം തന്നെ കലാഭവൻ നവാസിനുണ്ടായിരുന്നു. കലാഭവൻ അബി, ദിലീപ്, കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടത്തിലും സിനിമയിലെ തുടക്കകാലത്തിലും കലാഭവൻ നവാസും ഇവർക്കൊപ്പം തന്നെ വെള്ളിത്തിരയിൽ നിറഞ്ഞു വന്നിരുന്നു. അന്തരിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്. കലാഭവൻ നിയാസ്, നിസാമുദ്ദീൻ എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. നവാസും നിയാസും അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയരംഗം തന്നെയാണ് തിരഞ്ഞെടുത്തത്. മമ്മൂട്ടി നായകനായി എത്തിയ വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമ്മാവൻ എന്ന കഥാപാത്രമായി എത്തിയത് അബൂബക്കറാണ്. ഇന്നും ഈ ഒരു കഥാപാത്രം മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. നാടകത്തിലും സിനിമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്ത അബൂബക്കർ സ്വഭാവ നടനായും ഹാസ്യ നടനായും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. മക്കൾ സ്വന്തം നിലയിൽ ജീവിതത്തിൽ മുന്നേറണമെന്നും സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും അബൂബക്കറിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ പിതാവിനെ കുറിച്ച് കലാഭവൻ നവാസ് അഭിമുഖത്തിലൂടെ സംസാരിച്ചിട്ടുമുണ്ട്. വീട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. കലാരംഗത്തോട് തങ്ങൾക്കുണ്ടായ താല്പര്യം ബാപ്പ മൗനമായി സപ്പോർട്ട് ചെയ്തു. ബാപ്പ പറഞ്ഞ കഥകളിൽ നിന്നുമാണ് തങ്ങളുടെ സ്കിറ്റുകൾ ഉണ്ടായതെന്നാണ് കലാഭവൻ നവാസ് അന്ന് പറഞ്ഞത്. വർഷങ്ങളോളം കളിച്ച സ്കിറ്റുകൾ തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതെന്നാണ് കലാഭവൻ നവാസ് പറഞ്ഞിരിക്കുന്നത്. വാത്സല്യം, ആധാരം, സലാപം തുടങ്ങിയവയാണ് അബൂബക്കർ ചെയ്ത ശ്രദ്ധേയമായ സിനിമകൾ. അമ്മ, അമ്മായിയമ്മ, തിരകൾക്കപ്പുറം തുടങ്ങിയ സിനിമകൾക്ക് കരാറായ സമയത്താണ് നെഞ്ചുവേദനയെ തുടർന്ന് അബൂബക്കർ മരണപ്പെടുന്നത്. അവസരങ്ങൾ തേടിപ്പോകാത്ത ആളായിരുന്നു അബൂബക്കർ. തന്നെ തേടിയെത്തുന്ന വേഷങ്ങൾ വലിപ്പ ചെറുപ്പം നോക്കാതെ ഇദ്ദേഹം മനോഹരമായി തന്നെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മകൻ നവാസും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.